യേശുവിന്റെ അന്ത്യ അത്താഴ സ്മരണയിൽ ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. ക്രൈസ്തവ ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷയും വൈകിട്ട് വീടുകളിൽ അപ്പം മുറിക്കൽ ചടങ്ങും നടക്കും. തൃശൂർ താഴേക്കാട് സെയിന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ പെസഹ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. സഭ പ്രയാസത്തിലൂടെ കടന്നുപോകുന്ന ഘട്ടമാണെന്നും സഭയ്ക്കായി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും മാർ റാഫേൽ തട്ടിൽ അറിയിച്ചു. ലിഷോയ് ചേരുന്ന വിവരങ്ങളുമായി. ലിഷോയ്, എങ്ങനെ പോകുന്നു പെസഹ വ്യാഴത്തിന്റെ ആചരിക്കൽ? പള്ളിയിലെ ചടങ്ങുകളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു? എന്തൊക്കെയാണ് പള്ളിയിൽ നടക്കുന്നത്? ശുശ്രൂഷാ കർമ്മങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. തൃശ്ശൂരിലെ വിവിധ ദേവാലയങ്ങളിൽ പെസഹ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. സെന്റ് സെബാസ്റ്റ്യൻ മേജർ എപ്പിസ്കോപ്പൽ പള്ളിയിലാണ് ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഈ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന പെസഹ ശുശ്രൂഷ ചടങ്ങുകളെല്ലാം തന്നെ പുരോഗമിക്കുന്നത്. അല്പസമയം മുമ്പ് കാൽക്കഴുകൽ ശുശ്രൂഷ കഴിഞ്ഞു. അതിനു മുൻപായി പെസഹ ദിന സന്ദേശം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പറയാതെ പറഞ്ഞുകൊണ്ട്, അതായത് നേരിട്ട് പറയാതെ ഉള്ള ഒരു തരത്തിലുള്ള പ്രസംഗമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതായത് സഭ വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു, എല്ലാവരും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തങ്ങൾ സ്വയം ഒരു പെസഹ അപ്പമായി മാറേണ്ടതുണ്ട്. അതിനെ എല്ലാം നേരിടാനുള്ള കരുത്ത് തങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പെസഹ ദിന സന്ദേശം അദ്ദേഹം നൽകിയത്. ശരി ലിഷോയ്.